ഇത്. അതെ, ഇതിത്തിത്താനം ശ്രീ ഇളങ്കാവ് ദേവി ക്ഷേത്രം. ഇടവഴികളും നടവഴികളും വരെ ചങ്ങലകിലൊക്കെ മലയടിച്ചുണരുന്ന മണ്ണ്, മേടസൂര്യന്റെ പൊന്നിൻ കിരണങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് അമ്മയുടെ മഹോത്സവം പ്രൗഢഗംഭീരമാക്കി കൂടുന്ന ഒരു കൂട്ടം ആഘോഷ പ്രേമികളുടെ നാട്. വിവിധ ദേശങ്ങളും വിവിധ സമിതികളും പ്രഥമെടുത്ത കുംഭകുടവും കാവടിയുമായി അമ്മയെ കാണുവാൻ വന്നെത്തുന്ന നാട്. ആവേശത്തിന്റെ ഈ പുണ്യഭൂമിയിൽ ഇന്നും ഒരുപിടി ആനത്താരങ്ങൾ അണിനിരക്കുമ്പോൾ ആർക്കു മറക്കാനാകും അവനെ? അതെ, കഴിഞ്ഞ ഗജമേളയുടെ ആവേശത്തിന് മഹാപ്രൗഢി പകർന്ന് ഇവിടെ എഴുന്നള്ളി നിന്നവൻ, ഇന്നില്ലെന്ന് വിശ്വസിക്കുവാൻ ഇവിടെ കൂടിയവർക്ക് ആർക്കും കഴിയാത്ത ഇതിഹാസ ചക്രവർത്തി സാക്ഷാൽ മംഗലാം കുന്നയ്യപ്പൻ. അതെ, പൊന്നിളം കാവിലമ്മയുടെ തന്ത്രി കുടുംബാംഗമായ സൂര്യകാലടിമന സമർപ്പിച്ചിരുന്ന ആ ഗജരാജ രക്തപ്പട്ടം ഇത്തവണ ഇളങ്കാവ് ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ സമർപ്പിക്കുകയായി. സുവ്യക്തമായ നിയമാവലിയുടെ ഒരുങ്ങിയിരിക്കുന്നു ഇന്നിവിടെ പട്ടം സമർപ്പണം. ഗജരാജ രക്തപ്പട്ടം സമർപ്പിക്കുവാൻ തുടങ്ങിയ കാലത്തു തന്നെ വിജയശ്രീ ലാളിതനായ അവൻ തന്നെ ആദ്യത്തെയും നിലവിൽ അവസാനത്തെയും ഗജരാജപട്ടം ചൂടിയവൻ അവൻ തന്നെ. ഉത്തര ഭാരതം കടന്നു വന്ന വീരന്മാരെയെല്ലാം ഉത്തമ അഴകുകൊണ്ട് കീഴടക്കിയവൻ, പേരെടുത്ത് പെരുമാളായി മാറിയവൻ, കോട്ടയത്തിന്റെ ഗന്ധർവൻ, സാക്ഷാൽ പാമ്പാടി രാജൻ. കാവടികളുടെയും ഇതിഹാസങ്ങളുടെയും മണ്ണായ ഇത്തിത്താനത്തിന്റെ മടിത്തട്ടിൽ ആവേശം നിറച്ചുകൊണ്ട് ആനക്കേമന്മാർ അണിനിരക്കുമ്പോൾ വേറിട്ട ചന്തമായി മാറുന്നു ഓതറ ശ്രീ പാർവതി. ഇളങ്കാവ് ദേവസ്വം അമ്മയ്ക്ക് സമർപ്പിക്കുന്ന സൗന്ദര്യമായി വന്നു ചേരുകയാണവൾ. ഒട്ടും മടിക്കാതെ ആവേശം നിറയ്ക്കുവാനും ഈ മണ്ണിൽ ചരിത്രം നിറഞ്ഞ അവിടെ എഴുന്നള്ളി നിൽക്കുവാനും ഓതറ ദേശക്കാരുടെ അഭിമാന പുത്രയ്ക്ക് സ്വാഗതം. ഇത്തിത്താനത്തിന്റെ മണ്ണിലേക്ക് സ്വാഗതം. സത്യസ്വരൂപിണിയായ കരുനെല്ലൂർ അമ്മയുടെ വിനീതദാസി, കുമാരനെല്ലൂർ ദേശത്തിന്റെ മഹിമയും പെരുമയും വാനോളം ഉയർത്തുന്ന പിടിയാന ഗജറാണി കുമാരനെല്ലൂർ പുഷ്പ. ഓണാട്ടുകരയുടെ ദേശവീഥികൾ കടന്ന് ഓതറ പാടുന്ന സത്യചൈതന്യ മൂർത്തിയുടെ നാമം ആന കേരളത്തിൽ നിറച്ച മാതന്റെ സുന്ദരിയും കടന്നു വന്നിരിക്കുന്നു. ഗജസുന്ദരി ഓതറ പുതുകുളങ്ങര ശ്രീ പാർവതി. താരങ്ങളിൽ താരങ്ങൾ അരങ്ങുപാടുന്ന ആനക്കോട്ടയത്തിന്റെ ഉരുക്കുകോട്ടയിലെ എണ്ണം പറഞ്ഞ ഇളമുറ തമ്പുരാൻ വരികയാണ്. ആരവങ്ങൾ കൊണ്ട് താരമായി മാറുവാൻ, ആഘോഷങ്ങൾക്ക് നായകത്വം വഹിക്കുവാൻ അവതാര പിറവിയായ ധീര യുവരാജാവ്. പോരാട്ടം വാക്കിലല്ലെന്നും നേരിട്ട് നിന്നാൽ താൻ തന്നെ താരമെന്നും പലവട്ടം തെളിയിച്ച
വരികയാണ്. വേറിട്ട ഗജനിരിയുടെ ആവേശവും പാരമ്പര്യവും ആർക്കു മുന്നിലും അടിയറവ് വയ്ക്കുവാൻ ഇഷ്ടപ്പെടാത്ത കാതലുള്ള ഗജപ്പിറവി കാലത്തിന്റെ ആവേശം ഈ സായന്തനത്തെ കോരിത്തരിപ്പിച്ചുകൊണ്ട് ഈ രാജഭൂമിയിൽ ഒരുങ്ങി നിൽക്കുമ്പോൾ ഇതാ ഇത്തിത്താനത്തെ ആഘോഷം കൂടുവാൻ വരികയാണവൻ. ഉത്തരേന്ത്യൻ ചക്രവർത്തിമാരുടെ ചന്തവും ചങ്കൂറ്റവും ആവോളം കണ്ട മലയാള മണ്ണിന്റെ മറ്റൊരു വാഗ്ദാനം. ഇനിയും പിറക്കാനിരിക്കുന്ന ആവേശത്തിന്റെ വേദികളിൽ അഴകോട് വന്നു ചേരുന്നവൻ തന്റേതായ പാതകളിൽ ചങ്കൂറ്റമോട് വഴി നടത്തുവാൻ ഇതാ ചരിത്രം രചിച്ചവനെ സാരഥി ജയന്റെ കൈയും പിടിച്ചു കടന്നു വന്നു ചേരുന്നു. വേണാട്ടുമറ്റം ഗോപാലൻ കുട്ടി. തന്റെ പാദം പതിയുന്ന മണ്ണിലെല്ലാം പകിട്ടേറുന്ന ചരിത്രം രചിച്ചു മടങ്ങി ശീലിച്ചവൻ ഉമാപതിയായി വാഴുന്ന ശങ്കരന്റെ ഉത്തമപുത്രൻ ഉമാമഹേശ്വര പ്രിയൻ വട്ടമൻകാവ് മണികണ്ഠൻ. വരികയാണവൻ. ഐശ്വര്യം എന്ന വാക്കിന് ആനസ്വരൂപം കൊണ്ട് മറുപടി പറഞ്ഞ വീരകുമാരനീല വടക്കൻ മണ്ണിന്റെ മടിത്തട്ടിൽ പിറവി കൊണ്ട് വശ്യമായ സൗന്ദര്യത്തിന്റെ ആവിർഭാവവും കൂടി മലയാളക്കരയിലേക്ക് ചുവടുവച്ചിറങ്ങിയവനീല. താരങ്ങൾ മാത്രം അണിനിരക്കുന്ന പൂരങ്ങൾക്ക് യുവരാജപ്രഭയുടെ അവസാന വാക്കായി അരങ്ങ് നിറച്ചു നിൽക്കുന്നവനിവൻ. ഉലകം മയങ്ങുന്ന കാന്തി കൊണ്ട് ഉയരപ്പെരുമകൾക്ക് മുകളിൽ ചരിത്രം രചിക്കുന്നവനിവൻ. ഇതാ വന്നെത്തുകയാണ് ശ്രീ മഹാദേവി കാവടി സംഘത്തിന്റെ വിഷ്ണുനാരായണൻ. ആന കേരളത്തിന്റെ സ്വന്തം മാമ്പിയുടെ കൈയും പിടിച്ചുകൊണ്ട് ശ്രീ മഹാദേവി കാവടി സംഘത്തിന്റെ നായകൻ വന്നു ചേരുകയാണ് മക്കളെ. ഏത് പ്രതിസന്ധിയിലും കടന്ന് വിജയത്തിന്റെ വെന്നിക്കൊടി പാറിക്കുവാൻ തഴുത്തല മഹാഗണപതി അനുഗ്രഹിച്ച വിഷ്ണുനാരായണൻ തെക്കൻ ഭൂമിയിൽ നിന്നും തുടങ്ങിയ പടയോട്ടത്തിന് കടിഞ്ഞാനിട്ട് നിർത്തുവാൻ കാലത്തിന് പോലും കഴിയില്ലെന്ന് തെളിയിച്ച അതേ വിഷ്ണുനാരായണൻ ആരവത്തിന്റെ വിശ്വാസ ഭൂമിയിൽ ആവേശത്തിന്റെ പൂരം കാഴ്ചവെച്ച് പത്രമാറ്റ് പ്രൗഢിയുള്ള വിഷ്ണുനാരായണൻ, ആകാവിള വിഷ്ണുനാരായണൻ. ഇതാ ഇത്തിത്താനത്തിന്റെ രാജഭൂമിയിൽ തന്റെ അഴകും ആവേശവും കാണിച്ചുകൊണ്ട് എഴുന്നള്ളി നിൽക്കുവാൻ വന്നു ചേർന്നിരിക്കുകയാണ്. ശ്രീകൃഷ്ണ സേവാ സമിതിയുടെ കൈയും പിടിച്ച് തിരുവമ്പാട് വിഭാഗത്തിന്റെ 15 ആനകളിൽ പ്രൗഢിയുടെ കൂട്ടാനയായി ഇത്തവണ എഴുന്നള്ളി നിന്നവൻ വടക്കും നാഥന്റെ ഗോപുരം കിടന്ന തെക്കൻ കൊമ്പന്മാരിൽ പേരും പെരുമയും ഊട്ടിയുറപ്പിച്ച താരനായകൻ. തെക്കൻ മലയാളത്തിന്റെ ആവേശം തെക്കും വടക്ക് മലയടിപ്പിക്കുവാൻ തീരെ മടിക്കാത്ത നായകൻ. കാഴ്ചയിൽ തന്നെ പ്രമാണിമാരുടെ ഭാവവും സാദൃശ്യവും വരമായി കിട്ടിയ ആൺകുട്ടി വന്നെത്തിച്ചേരുന്നു. തന്റെ പുതുസാരഥി വൈപ്പിൻ ഷാജിയുടെ കൈയും പിടിച്ചുകൊണ്ടവൻ ഉമാമഹേശ്വര പ്രിയൻ വട്ടമൻകാവ് മണികണ്ഠൻ. ഇതാ വന്നു ചേർന്നിരിക്കുന്നു കലിയുഗ സുന്ദര ശ്രേഷ്ഠൻ ചുരൂർ മഠം രാജശേഖരൻ. ഉദയം കൊണ്ട് വടക്കൻ മണ്ണിൽ നിന്ന് ഉന്നത പദവികൾ കാത്തിരിക്കുന്ന തെക്കൻ മലയാളത്തിലേക്ക് ചുവടുവെച്ചു വന്നവൻ. വരവിൽ തന്നെ താരമായി അരങ്ങിലെ സൂര്യനായി മീനച്ചിലാറിന്റെ കരയിൽ നെഞ്ചും വിരിച്ചു നിന്നവൻ. നിയോഗങ്ങൾ ചരിത്രമാക്കി മാറ്റി പൂരങ്ങളുടെ പൂരമടക്കം എന്നും എണ്ണം പറഞ്ഞ വേദികൾ നിറസാന്നിധ്യമാക്കി മാറ്റിയവൻ. ചരിത്രമുറങ്ങുന്ന മണ്ണിൽ ചന്തത്തിന്റെ ചാരുത പകർന്നുകൊണ്ടിതാ കടന്നു വന്നിരിക്കുന്നു ചുരൂർ മഠം രാജശേഖരൻ. ആഘോഷം അലയടിച്ചേരുന്ന ഈ ആവേശത്തിന്റെ പൊന്മണ്ണിൽ മാതംഗ പ്രഭ വിടർത്തിക്കൊണ്ട് ഇനി ഇതാ ഇളംകാവ് ദേവസ്വത്തിന്റെ കയ്യം പിടിച്ചൊരു വീരനായകന്റെ വരവ്. അതെ, ഇവനാണ് കൂട്ടരെ. ആന കേരളത്തിന് ആവോളം പെരുമകൾ നൽകി അടൂരിൽ വാഴുന്ന ശാന്തശീലൻ. ആരാധകരുടെ ആവേശം തന്നെ എടുപ്പിലും നടപ്പിലും കാണിച്ചു തരുന്ന അഴകും തമ്പുരാൻ. കടന്നു വരികയാണവൻ ഗജേന്ദ്ര നാട്ടുപ്രമാണി മാതംഗ സൗമ്യ ശ്രേഷ്ഠൻ മൗട്ടത്തു രാജേന്ദ്രൻ.
ചുവട് വയ്ക്കുന്ന മണ്ണിലെല്ലാം വേറിട്ട ആവേശം നിറയ്ക്കുവാൻ തീരെ മടിക്കാത്തൊരു യുവ പോരാളി കടന്നു വരികയാണ്. അമ്പലക്കോട് യുവജന സമാജം അമ്മയ്ക്ക് സമർപ്പിക്കുന്ന കാണിക്ക. അറബിക്കടലിന്റെ അലമാലകൾ പോലെ അനുദിനം വാഴ്ത്തിപ്പാടുന്ന ഒരാൺകുട്ടി. ഇരുകരം നീട്ടി അനുഗ്രഹിക്കുന്ന പരിമളത്തെ ശ്രീ ദുർഗ പരമേശ്വരി പുത്രൻ ദുർഗാദാസ പ്രജാപതി ഗജലോക സമാധാന പ്രിയൻ പരിമളം വിഷ്ണു. നാട്ടിലെ ദേശകുലപതിമാർക്കിടയിൽ ആവേശത്തിന്റെ പ്രതിപുരുഷനായി മാറിയവൻ, അനിഷേധ്യ നായകന്മാരെ ആരതിയൊഴിഞ്ഞ് സ്വീകരിച്ച കൊല്ലം മണ്ണിന്റെ വില്ലാളി വീരൻ, തെക്കൻ നാടിന്റെ തമ്പുരാൻ കുട്ടി താനെന്ന തേക്കിൻ കാട്ടിൽ അടക്കം തെളിയിച്ചവൻ, പൂരങ്ങളുടെ പൂരം തേക്കിൻ കാട്ടിൽ പെയ്തിറങ്ങിയപ്പോൾ ആരവമായി പടികടന്ന് ചെന്നെത്തുന്ന കൊല്ലംകാരൻ, പേരുകേട്ട വേദികളിൽ പെരുമയോടെ എഴുന്നള്ളി നിന്ന് ആവേശത്തിന്റെ പ്രതിരൂപം തീർത്തവൻ കടന്നു വന്നിരിക്കുന്നു. ദുർഗാദാസ പ്രജാപതി പരിമളം വിഷ്ണു. ഇതാ വരികയാണ് ഈ മണ്ണിന്റെ ആരവം നുകരുവാൻ ആണുങ്ങൾ പാടുന്ന പുന്നത്തൂർ കോട്ടയിലെ രാജകുമാരൻ വരികയാണ്. മാതംഗ മാണിക്യങ്ങൾ മാലയായി മാത്രം അണിയുവാനുള്ളതല്ലെന്നും മണ്ണിൽ ഗജപ്പിറവിക്കായി മാത്രമെന്നും ഗുരുവായൂരപ്പൻ നിശ്ചയിച്ചപ്പോൾ തമിഴക പെരുമയിൽ പിറവികെട്ടവൻ, തലനാടൻ അഴകിന്റെ സഖ്യ സൗന്ദര്യം തന്റെ തികവാർന്ന വേദിയിൽ കുടിയിരുത്തി വളർന്നപ്പോൾ ഗുരുവായൂരിലേക്ക് വിളിച്ച കണ്ണന്റെ പൊന്നുണ്ണി സിദ്ധാർത്ഥൻ എന്ന ഭക്തൻ, സിദ്ധാർത്ഥൻ എന്ന നാമം തന്നെ കാതിലോതി നടയിരുത്തിയപ്പോൾ പുതുതലമുറയുടെ ഒന്നാകെ നായകനായി മാറിയവൻ, അതെ മൂർച്ചയേറിയ വജ്രായുധങ്ങളും തന്റെ ആവനാഴിയിൽ ഉണ്ടെന്ന് തെളിയിക്കുവാൻ പാർത്ഥസാരഥിയായ കണ്ണനോട് അനുവാദവും വാങ്ങി വന്നിരിക്കുന്നു നാരായണ പ്രിയൻ ഗുരുവായൂർ ദേവസ്വം സിദ്ധാർത്ഥൻ. മത്സരപ്പോരെ നിറയുന്ന തലപ്പക്കത്തിലല്ല, ലക്ഷണമൊത്ത ആകാര ഭംഗിയിലാണ് പ്രാധാന്യമെന്ന് പലകുറി തെളിയിച്ച യുവനായകൻ, വീരന്മാർ വാണ പുന്നത്തൂർ കോട്ടയുടെ മണ്ണിലെ ലക്ഷണമൊത്ത കരിവീരനായി കാലത്തിന്റെ കളഭം തൊടുന്നവൻ, കച്ചമുറുക്കിയ ജയകവന്മാർ പോലും പയറ്റി നോക്കാൻ ഭയക്കുന്ന അഴകിന്റെ കയറിയിൽ ചുവടുറപ്പിച്ചവൻ, പാദം പതിവുന്ന മണ്ണിൽ പ്രൗഢിയോടെ നാരായണ പ്രഭ നിറയ്ക്കുവാൻ പോകുന്നവൻ, വരമരുളി പാടുന്ന ഭഗവാൻ അവതാര പിറവിയാറാൻ തിരഞ്ഞെടുത്ത ഗജരൂപമാണിത്. ഇതാ വരികയാണ് ശ്രീ മഹാദേവ യുവജന സമാജം ചിരവമുട്ടത്തിന് അഭിമാനമായി വരികയാണവൻ. ആർത്തിരമ്പുന്ന ആവേശ സാഗരത്തിന് നടുവിൽ തലയുയർത്തി നിൽക്കുവാൻ ആനന്ദ കണ്ണന്റെ ആരാമത്തിൽ നിന്നും കടന്നു വരുന്ന നാടെങ്ങും കടന്ന് കീർത്തി നേടിയ താരനായകൻ, പോരാട്ടത്തിന്റെ വീതിയിൽ അർജുന സമാനം വളർന്നപ്പോൾ അതെ ഭഗവാൻ സാരോപദേശകനായ രാജമാതംഗം കൈനീട്ടി സ്വീകരിച്ച ജനതയുടെ അഭിമാനം വാനോളം ഉയർത്തി കണ്ണന്റെ സ്വർണ്ണക്കോലം ശിരസിലേറ്റി വരികയാണ്. ഹിത്തിത്താനത്തിന്റെ മണ്ണിൽ ആദ്യമായി ചുവട് വെച്ചുകൊണ്ട് അലങ്കാരങ്ങൾ വർണ്ണാഭമായി ചൂടി എഴുന്നള്ളി നിൽക്കുവാൻ ശ്രീ മഹാദേവ യുവജന സമാജം ചെറുവമുട്ടത്തിന്റെ നായകനായി വരികയാണവൻ നാരായണ പ്രിയൻ ഗുരുവായൂർ ദേവസ്വം രാജശേഖരൻ. രാജനും പുതുപ്പള്ളി സാധുവും തൃക്കണൂർ ശിവരാജും എത്രയും വേഗം ക്ഷേത്രത്തിന് സമീപം തെക്കുവശത്ത് എത്തി നിൽക്കണമെന്ന് അറിയിക്കുകയാണ്. പൂരങ്ങളുടെ പൂരത്തിന് പാറമേ കാവിലേക്ക് വലം കൂട്ട് നിന്നവൻ ഇതാ കടന്നു വരുന്നു. പത്മനാഭനും ഇന്ദ്രസെന്നും ശേഷം പത്തനമാറ്റ് പ്രൗഢിയിൽ തിരുവൈക്കത്തപ്പന് പൊൻപീഠം തീർത്തവൻ ഇതാ കടന്നു വരുന്നു. ഏഴര പൊന്നാനയ്ക്ക് നാഥനായ ഏറ്റുമാനൂരപ്പനെ വണങ്ങി പോരാട്ടത്തിന്റെ പുത്തൻ വീഥികൾ തേടിയിറങ്ങിയവൻ, ഒന്നാമന്മാരെ ഒന്നാമനാകുവാൻ ഒന്നിനും കുറവ് വരുത്താതെ നോക്കുന്ന ഗുരുവായൂർ കടുക്കൻ ബൈജുവിന്റെ ശ്രീ ഗുരുവായൂരപ്പനോട് അനുവാദവും വാങ്ങി വന്നു ചേർന്നിരിക്കുന്നു നാരായണ പ്രിയൻ ഗുരുവായൂർ ദേവസ്വം രാജശേഖര. നിനക്കൊരായിരം
ഗജസുന്ദരൻ അഴകിന്റെ പുഷ്പതാണെന്ന വിശ്വസുന്ദരിയുടെ നേർമേനിയിൽ ആവാഹിച്ച വശ്യ സൗന്ദര്യ തിലകം പെണ്ണിളം കാവിലമ്മയുടെ മണ്ണിൽ പൊൻതടം പേറ്റിയ പട്ടവും ചൂടി നിന്ന ഒരേ ഒരു വീരൻ ഗജരാജ ലക്ഷ്മണ പെരുമാൾ പാമ്പാടിരാജൻ. ഇതാ തന്റെ ജീവിതത്തിന് താരമൂല്യം ചാർത്തി നൽകിയ സാരഥി മണിമല ബിനുവിന്റെ കൈയും പിടിച്ചും തുരുത്തി വിഷ്ണുവിന്റെ കൈയും പിടിച്ചും ഇത്തിത്താനത്ത് വീണ്ടും ആവേശത്തിൽ ആഴ്ത്തുവാൻ കടന്നു വരുന്നു സാധു. ഈ മണ്ണിൽ തന്നെ ഗജരാജ രത്നപട്ടം ചൂടി താരമായി നിന്ന സാധു പുരുഷാരങ്ങളെ ആവേശത്തിലാഴ്ത്തി ഇത്തവണയും തിരുവമ്പാടി പൂരനായകൻ ഇടം കൂട്ടായ സാധു പോർമുഖങ്ങളിൽ മിന്നുന്ന താരമാകുമെന്ന് ബോധ്യരായ കാലം രാജനഗരിയുടെയും താരമായി മാറിയ സാധു തിരുവൈക്കത്തപ്പന്റെ തിരമ്പേറ്റിൽ നഗമ്പടി ആളുകൾക്ക് വരെ പകർന്ന സാധു ആയിരക്കണക്കിന് ആളുകളെ സാക്ഷിയാക്കി തിരുനക്കരയിൽ ഉപനായകത്വം വഹിച്ച സാധു അതെ അഴകും അളവും അതിനെല്ലാം മുകളിൽ അടിതെറ്റാത്ത നിലവും കുടിയിരുത്തിയ സൂര്യൻ ആരണ്യ പ്രജാപതി പുതുപ്പള്ളി സാധു നിരക്കൊരായിരം സ്വാഗതം. ആരണ്യത്തിലെ താരങ്ങൾക്കിടയിലെ ആവേശത്തിന്റെ പ്രജാപതി ഇതിഹാസങ്ങൾ കിടം നൽകിയ മണ്ണിലേക്ക് പ്രതിഭയുള്ള നായകനായി കടന്നു വരികയാണ് കേശവൻ. നേരിട്ട് നേടാനും നേരാട്ടത്തിന് എതിരിടാനും വരുന്നവർക്ക് മുന്നിൽ ആരാണ് താനെന്നും എന്താണ് ശൈലിയെന്നും കാണിച്ചു കൊടുത്ത കേശവൻ ഇന്നിന്റെ പോരാളിയും നാളെയുടെ ചക്രവർത്തിയുമാകുവാൻ രാജപുത്ര വീഥികൾ കടന്നു വന്ന പുതുപ്പള്ളി കേശവൻ തനിക്കു താൻ ചേർന്ന വേദികൾ തന്റെ ഇടത്തിന്റെ പാദമുദ്ര പതിപ്പിച്ച പുതുപ്പള്ളി ഗജനരിയുടെ അഭിമാനമായ കേശവൻ താരമൂല്യങ്ങൾക്ക് ചേർന്ന തലക്കെട്ടം കെട്ടി താൻ തന്നെ രാജാവെന്ന് തെളിയിക്കുവാൻ തലപ്പത്തിലൂടെ ഇതാ കേശവൻ അവതരിക്കുന്നു. പൂരം പിറന്ന ആറാട്ടുപുഴയിൽ 3 പൂരങ്ങളും എഴുന്നള്ളിച്ചു നിന്ന നായകനായ ഒരേ ഒരു കേശവൻ മഠത്തിൽ അമ്മയുടെ അനുവാദമുണ്ടാകി പോരാട്ടത്തിന്റെ പുതുവേദികളിലേക്ക് നെഞ്ചും തിരിച്ചിറങ്ങുന്ന കേശവൻ പൂർണ്ണത്രയീ സ്വന്തം മണ്ണിൽ ശീവേലി എടുത്ത് തുടങ്ങിയാൽ പിന്നെ പൂരങ്ങളാകുന്ന പൂരങ്ങളിലെല്ലാം താരമായി നിറയുന്ന കേശവൻ തീപാറുന്ന മത്സരങ്ങളിൽ നേരായ പോരാളി എന്ന കാലം വിധിയെഴുതിയ അതേ കേശവൻ വന്നെത്തി നിൽക്കുന്നു. വിശ്വം മയക്കുന്ന പ്രജാപതിയായി വംശത്തിന്റെ ആവേശം കാക്കുന്ന സൂര്യനായകനായി പഞ്ചപാണ്ഡവർ 5 പേരും വാടുന്ന മണ്ണിലെ തികവാർന്ന ഭീമനായി എഴുന്നള്ളി നിൽക്കുന്നു. വരികയാണവൻ ദേവിവിലാസം ഭജന സമിതിയുടെ നായകൻ. ഏത് മണ്ണിലും ഏത് മനസ്സിലും താരശോഭയോടെ തിളങ്ങി നിൽക്കുവാൻ പഠിപ്പിക്കുന്ന സാരഥി കുന്നംതാനം മനോജിന്റെ കൂട്ടിന് കൂട്ടായി കൂടെയുള്ള കൊടുങ്ങല്ലൂർ അനീഷിന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് കടന്നു വന്ന് അവതരിച്ചിരിക്കുന്നു വരാംഗ വിശ്വ പ്രജാപതി പുതുപ്പള്ളി കേശവൻ. അവതരിക്കുന്ന മക്കളെ ശ്രീദേവി യുവജന സമാജത്തിന്റെ കടവൂരാൻ ശ്രീദേവി യുവജന സമാജം ചരമമുട്ടും ആശയും ആവേശവുമായി ഇറക്കുന്ന കടവൂരാൻ കോന്നിമലക്കാടിന്റെ മടിത്തട്ടിൽ നിന്നും കോടാനുകോടി മാനസങ്ങളുടെ മനസ്സിലേക്ക് ചേക്കേറിയ കടവൂരാൻ തേടി വന്ന നിയോഗങ്ങൾക്ക് നായകനായ അഷ്ടമുടി കായൽക്കരയിൽ അതിവസിച്ച കടവൂരാൻ അലയടിച്ചതെല്ലാം ആവേശമാക്കി മാറ്റി അവതാരപ്പിറവിയുടെ നെടുനായകത്വം കാണിച്ചു കൊടുത്ത കടവൂരാൻ തർക്കമില്ലാത്ത ആവേശങ്ങൾ തനിക്ക് മാത്രം പറഞ്ഞതെന്ന് തെളിയിച്ച കടവൂരാൻ ഇതാ അവതരിക്കുന്നു. ഇതിഹാസം രചിക്കാൻ ഇഹലോകത്ത് പിറന്ന ഈ ഭരാജ ജേകവൻ താൻ തന്നെയെന്ന് തെളിയിച്ച് അവതരിക്കുകയാണ്. ഏകത്തുകയുടെ റെക്കോർഡുകളെ ഭസ്മമാക്കിയ ചരിത്രമാക്കി അവതരിക്കുന്നു. കേരളത്തിന്റെ ആശയും ആവേശവും എല്ലാം തെക്കൻ മലയാളത്തിന്റെ കാൽക്കീഴിലെത്തിച്ച ഒരേ ഒരു ദേവർ സാക്ഷാൽ തെക്കിന്റെ ദേവർ ഭൈരവ രൗദ്രപ്രിയ ഗജാധി
തുടക്കം കുറിച്ച കാലത്ത് തന്നെ തുടർച്ചയായ വിജയങ്ങൾ കൊണ്ട് താരമൂല്യം ചൂടിയ തേവറാണിത്. പുതിയ കാലത്തിന്റെ ആരംഭത്തിനും പതിവ് പോലെ നായകത്വം വഹിക്കുന്ന ഒരേ ഒരു തേവർ. അതെ, വരുന്നത് തേവരാണ്. സമാജം ഇറക്കുന്ന തെക്കിന്റെ തേവർ. ചുവടുറപ്പിച്ചു നിന്ന നാളിൽ തന്നെ ചെറുവലിയുടെ ഉത്സവവേദികളെ കീഴടക്കിയ ചരിത്ര നായകൻ. തികവാർന്ന രഥഭാവം തെക്കും വടക്കും പകർന്ന തിരുവിതാംകൂറിന്റെ പൊന്നാന ചന്തം തിളക്കാവേശത്തിന്റെ പ്രതിരൂപമായ നാട്ടുരാജാവ്. പൂരകേരളയുടെ ആവേശ സൂര്യനായ മാതംഗ ഗജരാജ പ്രജാപതി. കാലത്തിന്റെ വരദാനമെന്നും കാതലുള്ള പോരാളിയെന്നും കരുത്തുറ്റ നായകനെന്നും ആനക്കേരളം പേര് ചൊല്ലി വിളിച്ച താരനായകൻ. ദേവിയുടെ തിടമ്പ് വെട്ടുവാനുള്ള അവകാശം കിട്ടിയിരിക്കുന്നത് ശ്രീ തൃക്കടവൂർ ശിവരാജു. പുതുപ്പള്ളി കേശവൻ. ഇടത്തേക്കൊണ്ട് പാമ്പാടി രാജൻ. വലത്തെ രണ്ടാം സ്ഥാനത്തേക്ക് പുതുപ്പള്ളി സാധു. ഇടത്തെ രണ്ടാം സ്ഥാനത്തേക്ക് ഗുരുവായൂർ ദേവസ്ഥന്റെ രാജശേഖരൻ.